പേരുകൾ പേരുകൾ എന്ന് വെച്ചാൽ അതിപ്പോൾ എന്താ പറയുക? പേരുകൾ ആശയവിനിമയത്തിനുള്ള സൂത്രവാക്യങ്ങൾ മാത്രമാണ്. അവ അനിവാര്യമായ ഘടകങ്ങളാണെന്ന് ഒരു രാജ്യത്തെ നിയമാവലിയും ഇതേവരെ സ്ഥാപിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ശഠിച്ചാൽ തന്നെ പേരുള്ളതിനേക്കാൾ പേരില്ലാത്ത വസ്തുക്കളാണ് ഈ ഭൂമിയിൽ അധികമായി നമുക്ക് കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന്, നമുക്കറിയാവുന്ന ഓരോ മനുഷ്യർക്കും സവിശേഷമായ ഓരോ പേരുകളുണ്ട്. ലക്ഷ്മി എന്നോ, ശംഭു എന്നോ, കൃഷ്ണൻ എന്നോ, അഞ്ജലി എന്നോ, അങ്ങനെയൊക്കെ. എന്നാൽ അനേകമായിരങ്ങളായി ഭൂമിയിൽ ചിതറിക്കിടക്കുന്ന കല്ലുകൾക്കൊക്കെ വല്ല പേരുമുണ്ടോ? കുട്ടൻ കല്ല്, ജോൺ കല്ല്, മേരിക്കല്ല്, വെളുത്ത കല്ല്, കറുത്ത കല്ല്, അങ്ങനെ വല്ലത്? പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ചൊന്നും അല്ലെങ്കിലും ഇപ്പറഞ്ഞ വസ്തുതയുമായി ബന്ധം പുലർത്തുന്ന ഒന്ന് തന്നെയാണ് പേരിൻ്റെ അനിവാര്യത, അതിൻ്റെ കാരണം, അതിനായുള്ള മനുഷ്യൻ്റെ നെട്ടോട്ടം. സ്വന്തമായി പേരുകൾ ചമയ്ക്കുന്നവരുണ്ട്. ഉണ്ടാക്കി വെച്ച പേരൊക്കെ നിലനിർത്താൻ മല്ലടിച്ചു മരിക്കുന്നവരുമുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ പേരില്ലാത്തവരുമുണ്ട്. ഈ കഥ പേരില്ലാത്ത ഒരുവനെ കുറിച്ചുള്ളതാണ്. അവൻ്റെ പേരറിയാൻ കൊതിക്കുന്ന, അവൻ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്. ഇതാണ് നമ്മുടെ കഥാനായിക. ആളൊരു എഴുത്തുകാരിയാണെന്നോ ഒരു ബുദ്ധിജീവിയാണെന്നോ ഒറ്റ നോട്ടത്തിൽ ആർക്കും പറയാൻ കഴിയും. ആളിപ്പോൾ എന്തോ ഭയങ്കര ചിന്തയിലാണ്, ആകാശം മുട്ടുന്ന ചിന്ത. അവര് തന്നെ കുറ്റം പറിച്ചിരിപ്പാണല്ലോ. എന്താ കാര്യം? നീ എന്നോട് മിണ്ടണ്ട. മിണ്ടണ്ടാണോ? ഇനി ഞാൻ എന്താ ചെയ്ത? ഇത്രയൊക്കെയായിട്ട് നിനക്ക് നിന്റെ പേരൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഓ, പേരിലാണല്ലേ കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പേര് അറിഞ്ഞിട്ട് നീ എന്തെടുക്കാൻ പോ? മിണ്ടില്ല എന്ന് പറഞ്ഞാൽ മിണ്ടില്ല, അത്ര തന്നെ. ഞാൻ എന്തുകൊണ്ടാണ് എന്റെ പേര് പറയാത്ത എനിക്ക് മനസ്സിലായിണ്ടോ? പണ്ട് അത്ര പണ്ടൊന്നല്ല, നമ്മുടെ ആശാൻ മാർലോൺ ബ്രാൻഡ് അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു, ലാസ്റ്റ് ടാങ്കോ ഇൻ പാരീസ്. ആ നീ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനൊന്നും കണ്ടിട്ടില്ല. അതില് നമ്മുടെ ആശാൻ വയസ്സായി, ഭാര്യയൊക്കെ മരിച്ച് ഒരു വിരഹത്തിൽ കഴിയുന്ന ഒരവസ്ഥയാണ്. അപ്പോഴാണ് ഒരു ഭംഗിയുള്ള പെൺകുട്ടി അങ്ങനെ ആളെ മുന്നിലേക്ക് വരണം. അവർ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിൽ കിടക്കാണ്. പിന്നെ ഒരൊറ്റ കണ്ടീഷനിൽ പേരൊന്നും പറയാണ്ട് ഒരുമാതിരി ബോഡിലി എഫെക്ഷൻ പോലെ. ഓ, അത് ശരി. അപ്പൊ അതാണ് മോന്റെ ദുരുദ്ദേശം അല്ലേ? ഇതേ തുടങ്ങിയ എല്ലാവരുടെ ഒരു സംശയം കൊണ്ടുള്ള നോട്ടം. മണിക്കൂസേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇത്രയെങ്കിലും പോയിരുന്നോ? നമ്മള് ഫ്രണ്ട്സ് എങ്കിലും ആവുമായിരുന്നോ? സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാം, എന്തോ എന്റെ മനസ്സ് പറയുന്നു. എന്റെ പേര് പറഞ്ഞാ പിന്നെ നീ എന്നെ അന്വേഷിച്ചു വരില്ല. എടാ മണ്ട, അങ്ങനെ നിന്നെയും തേച്ചിട്ട് പോകാനാണെങ്കിൽ അതെനിക്ക് എന്നേ ചെയ്യായിരുന്നു. പിന്നെ നിന്റെ പേരെന്താണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്, നിന്റെ ക്യാരക്ടറിനെ. എനിക്കറിയാം നീ എന്നെ അങ്ങനെ ഇട്ടേച്ചു പോയത്. ജീവിതകാലം മുഴുവൻ ഒരു കുരിശായി കൂടെ. എനിക്ക് നീ ചത്താലും മതി, അല്ലെങ്കിൽ ഒരു പേരിലെന്തായിരിക്കണം അല്ലടി. ശരിയാ, ഇതൊക്കെ വെറുതെയാ. ഇപ്പൊ നമ്മുടെ രണ്ടാളുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. നമ്മൾ രാവിലെ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കും, സംസാരിക്കും, തല്ലുകൂടും, പ്രണയിക്കും, എന്നിട്ട് എന്നത്തെയും പോലെ നമ്മുടെ സ്വന്തം ജീവിതങ്ങളിലേക്ക് തിരിച്ചു പോകും. എനിക്ക് ഇതുവരെ ഒരു പേരും ഇതിന് തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. അതപ്പ നന്നായി, പേരറിയണം കണക്കാന്നൊക്കെ ആര് എത്ര നേരം പറഞ്ഞോണ്ടിരിക്കണ്ടായിരുന്നു? അതല്ലടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ നിന്നെയും പറ്റിച്ചിട്ട് പോകുന്നുള്ള പേടി കൊണ്ടാണ് നീ നിന്റെ പേര് പറയാത്തതെന്ന്. അതേപോലെ എനിക്കൊരു തോന്നൽ, ഒരു പേടി, നിന്റെ പേരെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന്. ഇല്ലടി, അത് ഞാൻ എനിക്ക് വാക്ക് തരാം. ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ട് പോവില്ല. അത് പേര് പറയുന്നല്ല കേട്ടോ. നീ ഇപ്പൊ പോയി ഒളിക്കേണ്ടി വരും. അഞ്ജന വരുന്നുണ്ട്. ഞാൻ അവളോട് നമ്മുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. വയ്യ, മടുത്ത് പോയി വിളിച്ചു കളി. നിർത്തോടല്ല നിർത്താം, ഞാൻ പോയി അഞ്ജനോട് പറഞ്ഞോളാം. എന്താ പോരെ? വേണ്ടടാ, അതിനുള്ള സമയമായിട്ടില്ല. നീ പറഞ്ഞേക്ക്, നീ ഇപ്പൊ പോയി ഒളിക്ക്. സമയമാകുമ്പോ നമുക്ക് അവളോട് ഒരുമിച്ച് പറയാം. ശരി, ഇനി നീ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട. എന്നും തന്നെയാണല്ലോ നടക്കണേ. ഞാൻ പോകാം, നാളെ കാണാം. വലിയ കാര്യമായിട്ടൊന്നും ആയില്ലടി. ക്യാരക്ടറൈസേഷൻ പെട്ടിരിക്കുന്നുണ്ട്. ആദ്യം രക്ഷപ്പെടട്ടെ. ഒരു വെബൊക്കെ വരച്ചിട്ടുള്ള ഒരു തമാശ. അല്ല, നീ പോയി കാര്യമുണ്ട് സ്കോളർഷിപ്പിന്റെ അതൊക്കെ അപ്ലൈ ചെയ്താൽ ഒന്നും കുഴപ്പമില്ലായിരുന്നു.
അവിടെ നിന്റെ കഥയുടെ ടൈറ്റിലൊക്കെ ഇനി സെറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. ടൈറ്റിലൊന്നും ശരിയായിട്ടില്ലടി. പിന്നെ ഞാനൊരു ഡമ്മി ടൈറ്റിൽ കണ്ടുവച്ചിട്ടുണ്ട്. ദി എനോൺ, പേരില്ലാത്തവൻ എന്നർത്ഥം വരുന്നത്. ഈ പേര് കേട്ടപ്പോഴും ഓർത്തത് നമ്മുടെ ആരൻ സാറില്ലേ, സാറ് നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. നീ എന്തോ കോമ്പറ്റീഷന്റെ ഫോമോ ലിസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാടി ഞാൻ ഓർത്തേ. ഞാൻ കോമ്പറ്റീഷന്റെ ഫോം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാടി ലാസ്റ്റ് ഡേറ്റ്. എടി അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഇതോടെ വയ്ക്കണ്ടേ? ഒന്ന് നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോളാം. നീ വരുന്നില്ലല്ലോ? ഇല്ലടി, ഞാൻ വരുന്നില്ല. എനിക്ക് ഇതുവരെ ഒരു പേരും ഇതിന് തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേര് പറഞ്ഞിട്ട് നീ എന്തെടുക്കാൻ പോവാ? ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്, നിന്റെ ക്യാരക്ടറിനെ. ശരി, അപ്പൊ അതാണ് മോന്റെ ദുരുദ്ദേശം അല്ലേ? വേണ്ടടാ, അതിനുള്ള സമയമായിട്ടില്ല. നീ പറഞ്ഞേക്ക്, നീ ഇപ്പൊ പോയി ഒളിക്ക്. മാർലൺ ബ്രാൻഡ് അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു, ലാസ്റ്റ് ടാങ്കോ ഇൻ പാരീസ്. ദി എനോൺ, പേരില്ലാത്തവൻ എന്നർത്ഥം വരുന്നു. എന്റെ പേര് പറഞ്ഞാ പിന്നെ നീ എന്നെ അന്വേഷിച്ചു വരില്ല. അല്ലെങ്കിൽ ഒരു പേരിൽ എന്തായിരിക്കണം അല്ലടി? ഭൂമിയിലെ വേരുകൾക്കും മനസ്സിന്റെ പ്രേരണകൾക്കും ഇടയിലാണ് അവൻ പിറന്നു വീണത്. പേരില്ലാത്തവൻ, ദി അനോൺ. നാമധേയങ്ങൾ നിരൂപിക്കപ്പെടുന്നിടത്ത് താൻ നാമമാത്രമായി തീരുമെന്ന് അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾക്കും നമ്മൾ ഉൾപ്പെടുന്ന പുറം ലോകത്തിനും അറിയേണ്ടതായിട്ടുള്ളതും അതുമാത്രം, അവന്റെ പേര്. തൽക്കാലം ഇവനൊരു പേരിന്റെ ആവശ്യമില്ല. അവന്റെ കഥയായിരുന്നു അവൾക്ക് ആവശ്യം. പിന്നെ അവൻ പറയാതെ പറഞ്ഞ ആ പ്രണയവും. യാഥാർത്ഥ്യം അതെന്തൊക്കെ തന്നെ പറഞ്ഞാലും എഴുതിപ്പതിഞ്ഞ കാൽപ്പനിക സൃഷ്ടികളിൽ നിന്നും തീർത്തും വിഭിന്നം തന്നെയാണ്. റിയലിസം അഥവാ റിയാലിറ്റി എന്നതിന് ഈ ഭൂമിയിൽ അസ്തിത്വമുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ അനോൺ ഇവിടെ ഒരു പരാജിതനാവുകയല്ല ചെയ്യുന്നത്. സ്വന്തം കഥാപാത്രത്തിനു മുന്നിൽ അടിയറവ് പറയുകയാണ് അവൾ ചെയ്തത്. അവൾ ആഗ്രഹിക്കുന്ന നായകനിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അധികം ഞാൻ പറയുന്നില്ല. ഇനി പറയുന്ന ഓരോ വാക്കും നിങ്ങളെയോ എന്നെ തന്നെയോ വഴിമുട്ടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തട്ടെ. ശേഷം അടുത്ത കാഴ്ചയിൽ. പേരിൻ്റെ ക്ഷാമത്തിനും വിട.